കുട്ടിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമുദായത്തിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ 140 കുട്ടികളും അവിടുന്ന് വിഡ്രോ ചെയ്യണം. മാറി ചിന്തിക്കണം, ഇറങ്ങി കൊടുക്കണം, പോകരുത്, ബോയ്കോട്ട് ചെയ്യണം. സമരമുറകളാണ്, ജനാധിപത്യ രാജ്യമാണ്. നമ്മളൊരു ഗവൺമെന്റ് സെക്ടറിൽ പോകുമ്പോൾ നമ്മളൊരു ഈ നിഷ്ഠയൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ തലയിൽ തട്ടോട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ, നെറ്റിയിൽ കുറിയിട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ. എന്താ വ്യത്യാസം? ആർക്കായിരുന്നു വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്താ പ്രശ്നം? നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ മതമൈത്രിയാണ് അല്ലെ, എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ വ്യത്യസ്തത പറയുന്നവനെ നീക്കി നിർത്താൻ നമ്മൾ പഠിക്കണം. ആ വ്യത്യസ്തത പറഞ്ഞത് താത്ത പറയുന്നതിനോട് നമുക്ക് യോജിപ്പാണ്, ഒരു തർക്കവും ഇല്ല. അവരെ നീക്കി നിർത്തേണ്ടത് തന്നെയാണ്. ഇപ്പം ഈ ഹിജാബ് വിഷയം വന്നതിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ചു. അതിൽ കുറച്ച് പേര് സ്കൂളിന് അനുകൂലമായിട്ട്, കുറച്ച് പേര് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഒക്കെ ഇങ്ങനെ സംസാരിച്ചു. കുറച്ച് പേര് ചോദിച്ചു, സിസ്റ്റർമാർ അവർ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ, പിന്നെ കുട്ടി ധരിച്ചാൽ എന്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതിന് എതിരഭിപ്രായമുള്ളവർ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അവർക്ക് കമ്പൽസറിയാണ്, അത് അവരുടെ ഒരു മതപരമായ ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് വേറെ ഓപ്ഷനില്ല. അപ്പം കുറച്ച് പേര് സിഖുകാർ തൊപ്പി ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞു, അവർ തലപ്പാവ് ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനെതിരെയും വന്നിട്ടുണ്ട്, അത് അവർക്ക് കമ്പൽസറിയാണ്. അതുപോലെ ക്രിസ്ത്യൻ പുരോഹിതർക്ക്, സിസ്റ്റർമാർക്ക് അത് കമ്പൽസറിയാണ്. അപ്പോൾ ഇത് സിഖുകാർക്കായാലും ക്രിസ്ത്യൻസിലായാലും, അതായത് ക്രിസ്ത്യൻസിലെ പുരോഹിതർക്ക് ആയാലും അതവർക്ക് കമ്പൽസറിയാണ്, അവർക്ക് വേറെ ഓപ്ഷനില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, വേണമെങ്കിൽ ധരിച്ചാൽ മതിയല്ലോ, നിർബന്ധമില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, അത് അവരുടെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. കാരണം ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ഔറത്ത് മറയ്ക്കണം, ഔറത്തിൻ്റെ ഓരോ ഭാഗമായ, ഔറത്തെന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളെന്നാണേ, പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ. അത് ആണുങ്ങൾക്കുണ്ട്, പൊക്കിൾ മുതൽ കാലിൻ്റെ മുട്ട് വരെ, സ്ത്രീകൾക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ തലമുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇസ്ലാമിൽ കമ്പൽസറിയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളെ താത്തമാർ അത് ധരിക്കാത്തതാണ്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾക്ക് അങ്ങനെ ഒരുപാടങ്ങ് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കമ്പൽസറി ആണെന്ന് അവർക്കറിയില്ല. 100 മുസ്ലിം സ്ത്രീകളുണ്ടെങ്കിൽ അതിൽ ഒരാൾ അങ്ങനെ ധരിക്കും. അപ്പം മറ്റുള്ളവർ വിചാരിക്കും അത് അവരുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ധരിക്കാം, ഇല്ലെങ്കിൽ ധരിക്കേണ്ട എന്നുള്ള തരത്തിൽ. പക്ഷേ 100 സ്ത്രീകളുണ്ടെങ്കിൽ 100 പേരും തലമറച്ചാൽ എന്താ സംഭവിക്കുക? അപ്പം മറ്റുള്ളവർ കരുതും ഇത് അവർക്ക് കമ്പൽസറി ആണ് എന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു പൊതുവായ ധാരണ ഇത് കമ്പൽസറി അല്ല, ഓപ്ഷനല്ലേ, അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അങ്ങനെ ധരിക്കാതെ വേണമെങ്കിലും വരാമല്ലോ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് കാരണം. അപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ താത്തമാർ, നമ്മളെ മക്കളെയൊക്കെ, അല്ലെങ്കിൽ താത്തമാരായാലും ഒക്കെ അത് കമ്പൽസറി ആയിട്ട് തല മറയ്ക്കാൻ ശ്രദ്ധിക്കണം. അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും ശരി തന്നെ മൊത്തത്തിൽ. ഇപ്പോൾ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മളെ താത്ത പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പാണ്. പക്ഷേ അത് പറയുമ്പോഴും എന്തുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്കിത് ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. ആ ധാരണ നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെ നീക്കി നിർത്തേണ്ടത് തന്നെയാണ്. അപരമത വിദ്വേഷം കാണിക്കുന്നവരെ ആ ചിന്താഗതിയോട് കൂടിയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ നീക്കി നിർത്തണം, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ തലമുറയ്ക്കൽ എന്നുള്ളത് ഇസ്ലാം മതത്തിൽ കമ്പൽസറിയാണ് എന്നുള്ള ഒരു ബോധം അവരിലുണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നൊഴികെ ഒരാളും ഒഴിവാകാത്ത രീതിയിൽ എല്ലാവരും തലമറയ്ക്കണം. അപ്പം മറ്റുള്ളവരിൽ ആ ബോധം ഉണ്ടാകും. ഇപ്പം ഇത് വന്നിരുന്ന് ഇവിടെ പറഞ്ഞ ഈ താത്ത പോലും തലമറച്ചിട്ടില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഇന്ത്യൻ ഭരണഘടന അതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവരും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെന്നാണ് തോന്നുന്നത്, പേര് ഷഫീന ബീബി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി.
അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.